ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 6-ാം അധ്യായം 2-ാം വാക്യം. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം എന്ന് പറയുന്നത് തളർന്നിരിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. രോഗമുള്ളവനെ രോഗസൗഖ്യം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ഈ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഈ രണ്ട് സന്ദർഭങ്ങളിലും ഒരു ഭക്തന് സാധിക്കുകയുള്ളൂ. ഇവിടെ ദാവീദ് തളർന്നിരിക്കുന്ന അനുഭവത്തിൽ ദൈവത്തോട് തനിക്ക് ശക്തി നേടുവാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ തളരുന്ന മേഖലകളിൽ ബലം പകരുന്നവനാണ്. നമ്മുടെ നാടുകളിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ചുണ്ടൻ വള്ളം. ആ ചുണ്ടൻ വെള്ളം എന്ന് പറയുന്നത് വള്ളംകളിക്ക് ആ തുഴയുന്നവർ ആ ചുണ്ടൻ വള്ളവുമായി തുഴഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ ആ മത്സരത്തിൽ ഒരു വള്ളത്തോടൊപ്പം പല വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല ആത്മധൈര്യമുള്ളവൻ, നല്ല ദൈവത്തിൽ വിശ്വാസമുള്ളവൻ അതിശക്തമായി തുഴഞ്ഞു മുന്നേറുമ്പോൾ കുറെ മുൻപിലെത്തുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പിറകിലായേക്കാം, ബാക്കിയുള്ള വള്ളങ്ങളൊക്കെയും പുറകിലായേക്കാം. മുന്നിലുള്ളവന് അതിശക്തമായ ഒരു ആത്മവിശ്വാസം ഉണ്ടായേക്കാം. എന്നാൽ പെട്ടെന്ന് തൻ്റെ പിറകിലുള്ള മറ്റു വള്ളങ്ങൾ തന്നോടൊപ്പം വരുമ്പോൾ ആദ്യം വന്ന ആ മുൻപിൽ നിന്ന് ആ വള്ളത്തിലിരിക്കുന്നവർക്ക് ഒരു തളർച്ച ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടായേക്കാം. തങ്ങൾ തോൽക്കുമോ? മുന്നിലായിരുന്നവർ ഇപ്പോൾ സമത്തിലേക്ക് വന്നു മറ്റുള്ളവരോടൊപ്പം. എന്നാൽ ഈ തളർന്നിരിക്കുന്ന അവസ്ഥയിലും അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ കഴിയും. ആ ആത്മവിശ്വാസം അവർക്കുണ്ടെങ്കിൽ അവർ വീണ്ടും ദൈവത്തോട് ഒരു പ്രാർത്ഥിച്ച് ആ ബലത്തിൽ അവർ മുന്നോട്ട് വീണ്ടും തുഴഞ്ഞു കഴിയാൻ അവർക്ക് പിന്നെയും അവർക്ക് 1-ാം സ്ഥാനത്തെത്തി അവരുടെ ആ ആത്മവിശ്വാസത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയും. തളർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബലമില്ലാത്ത അവസ്ഥയിരിക്കുന്നവർക്ക്, അശക്തമായ അവസ്ഥയിലിരിക്കുന്നവർക്ക് ബലം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു വള്ളംകളിയിൽ പോലും ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ അവർക്ക് മുന്നേറാൻ കഴിയും. തളർന്നിരിക്കുന്നവർക്ക് ബലം കൊടുക്കുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വചനത്തിലൊരു വാക്യമുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും, അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കും. യഹോവ എന്ന് പറയുന്നത് തകർന്നിരിക്കുന്നവർക്കും അല്ലെങ്കിൽ തളർന്നിരിക്കുന്നവർക്കും ബലം കൊടുക്കുന്നവനാണ്. കഴുകന്മാരെ പോലെ അവരെ ചിറകടിച്ച് ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഈ അടിയുറച്ച വിശ്വാസം ഈ ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദിന് പ്രാർത്ഥനയിൽ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ബലത്തിന് വേണ്ടി, ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊന്ന്, അസ്ഥികൾ ഭ്രമിക്കുമ്പോൾ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ രണ്ട് പാർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായി കാണുന്നത്, പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യം കൊടുക്കും. ഈ വിശ്വാസമുള്ളവനെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കും. ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവ് നമുക്കറിയാം, രോഗിയായി കിടക്കുമ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് ചുമരിനോട് നോക്കി, ചുമരിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിൽ ഹിസ്കിയാവിന് സൗഖ്യം കിട്ടി.
തൻ്റെ ആയുസ്സിനോട് ഒരു 15 സംവത്സരം നീട്ടിക്കിട്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ കാണുന്നത് ഹിസ്കിയാവിൻ്റെ ജീവിതത്തിനകത്ത് വിശ്വാസമുണ്ടായിരുന്നു. ദൈവം രോഗികളെ സൗഖ്യമാക്കുക. ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടത്.